നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പാണനാർ കോവിലിലേക്ക് നോക്കി. ഒരു തിരി അപ്പോഴും അവിടെ കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ തിരുനാളം തൻ്റെ നേർക്കടുത്തു വരുന്നുണ്ടെന്ന് പാണനാർക്ക് തോന്നി. ഒരു പ്രഭാപടലം കൊണ്ട് തൻ്റെ കണ്ണിത മഞ്ഞളിക്കുന്നു, താളം പിഴയ്ക്കുന്നു, ഉടുക്ക് കയ്യിൽ നിന്നും താനേ വഴുതി വീഴുന്നു. പാണനാർ ഇരുന്ന ഇരിപ്പിൽ ഒന്ന് മയങ്ങി. വായില്ലാക്കുന്നിലപ്പൻ്റെ മിനുസമുള്ള കരങ്ങൾ തന്നെ തലോടുന്നതുപോലെ അയാൾക്ക് തോന്നി. ആ മയക്കത്തിലും പാണനാരുടെ ചുണ്ടുകൾ ചലിച്ചു. അനിയ, എന്റെ പൊന്നനിയ. ശ്രീകോവിലിനകത്തേക്ക് തന്നെ ആരോ ആനയിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. എഴുന്നേറ്റതും മുന്നോട്ട് പാദങ്ങൾ വെച്ചതും ഒന്നും അറിഞ്ഞില്ല. താൻ നടക്കുകയാണ്. വലതു കൈയിൽ അപ്പൻ പിടിച്ചിരിക്കുന്നു. ഞാൻ പാണനാരാണ്. ശ്രീകോവിലിലേക്ക് എന്നെ കൊണ്ടുപോകരുതനിയ. പറയാൻ തോന്നി. വാ തുറക്കാൻ പറ്റുന്നില്ല. ശ്രീകോവിലിൽ പ്രവേശിച്ചു. അപ്പം, അട, അവിൽ, ഇളനീർ അതാ നിരനിരയായി വച്ചിരിക്കുന്നു. തന്നെ പിടിച്ചിരുത്തുന്നു. വായിൽ അപ്പവും അടയും തിരുകുന്നു. താൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. വയർ നിറയുന്നു. എന്റെ ഉണ്ണി, പൊന്നനിയ. പാണനാർ സന്തോഷം സഹിക്കാനാവാതെ കരഞ്ഞുപോയി. അപ്പനല്ലേ തന്നെ എഴുന്നേൽപ്പിക്കുന്നത്? കത്തുന്ന തിരിയുടെ മുന്നിൽ ഒരു നിമിഷം നിശ്ശബ്ദനായി നിന്നു. നമസ്കരിക്കാൻ ഭാവിച്ചു. അപ്പന്റെ കരങ്ങൾ തടഞ്ഞു. പുറത്തേക്ക് ആനയിക്കപ്പെട്ടു. ആൽത്തറയുടെ നേരെ നടന്നു. ഉണങ്ങിയ ആലിലകൾ കൊണ്ടൊരു മെത്ത. ആ മെത്തയിൽ അനുജൻ തന്നെ പിടിച്ചു കിടത്തുന്നു. തന്റെ ശിരസ് മടിയിലെടുത്തു വയ്ക്കുന്നു. പെട്ടെന്ന് താനിതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. പെരുമൺ ഉണരും മുമ്പ് പാണനാർ ഉണർന്നു. കുളത്തിലിറങ്ങി സ്നാനം ചെയ്തു. ഗോപുരത്തിൽ ചെന്നു നിന്ന് അകത്തേക്ക് നോക്കി. വായില്ലാക്കുന്നിലപ്പാ, നീ ഇന്ന് കാരക്കിലമ്മയുടെ വീട്ടിലേക്ക് വരില്ലേ? പതുക്കെ ചോദിച്ചു. പെട്ടെന്ന് കുടമണികൾ ശബ്ദിച്ചു. ശരി, അവിടെ കാണാം. ഞാൻ വരട്ടെ. പാണനാർ വിട പറഞ്ഞു. നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. പാണനാർ കാരക്കലമ്മയുടെ കോവിലകം ലക്ഷ്യമാക്കി നടന്നു. മനസ്സു നിറയെ അനുജനായിരുന്നു, പ്രിയപ്പെട്ട അപ്പൻ. വഴിയിൽ ഒരു പുരുഷാരം. ഒരു വലിയ മനയുടെ മുന്നിൽ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. നാനാജാതിക്കാരുമുണ്ട്. എന്താ ഇവിടെ വിശേഷം? പാണനാർ അവരിലൊരാളോട് ചോദിച്ചു. കൈവെട്ടലാണ്. കൈവെട്ടലോ? ആരാണാ പാവം? ഒരു പുലയക്കിടാത്തനാണ്. 12 വയസ്സേ ആയുള്ളൂ. കൈവെട്ടൽ ഒരു ശിക്ഷയാണ്. കുറ്റവാളികളുടെ 2 കൈകളും മുറിക്കുന്നു, മുട്ടുതൊട്ട് മുറിക്കുന്നു. ശിക്ഷ നടപ്പാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു കല്ലുരലിന്മേൽ വലിയൊരു ചതുരൻ കരിങ്കല്ല് വയ്ക്കുന്നു. കുറ്റവാളിയുടെ കാൽ കെട്ടുന്നു. 2 കൈകളും കൂട്ടിക്കെട്ടുന്നു. കരിങ്കല്ലിൽ കൈകൾ വയ്ക്കുന്നു. 2 ഭാഗവും രാഗി മൂർച്ച വെപ്പിച്ച് കൊടുങ്കത്തിയുമായി പണിയാളിലൊരാൾ തൊട്ടടുത്ത് നിൽപ്പുണ്ടാവും. ജന്മിയുടെ ആജ്ഞ കേൾക്കേണ്ട താമസം അയാൾ കുറ്റവാളിയുടെ കൈകളിൽ ആഞ്ഞു വെട്ടുന്നു. ഒരൊറ്റ വെട്ടിന് 2 കൈകളും താഴെ വീഴണം. അങ്ങനെ വീണാൽ പണിയാളിന് പ്രത്യേകിച്ചൊരു സമ്മാനമുണ്ട്, ഒരു പാവുമുണ്ട്. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി.